മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണം എന്ന് ആവശ്യപ്പെട്ട് നാഗ്പൂരിൽ കലാപം. വ്യത്യസ്ത സംഘടനകളിൽ നിന്നുള്ള ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും നാഗ്പൂരിൽ കർഫ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്തു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ബജറംഗ് ദളിന്റെ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമാനമായി മുസ്ലിം സമൂഹത്തിൽ നിന്ന് ചില ആൾക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ യാതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നവുമില്ല. പകരം തീവ്ര ഹിന്ദുത്വ സംഘടനകളും അവർ ഉന്നയിക്കുന്ന വാദങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ കുറച്ച് തീവ്രതയുള്ള ആൾക്കാരും തമ്മിലുള്ള പ്രശ്നമാണ്. അതൊരു ഹിന്ദു മുസ്ലിം സംഘടനയുടെ ചിത്രീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്. ഔറംഗസേബിന്റെ ഖുൽദാബാദിലുള്ള ശവകുടീരം പൊളിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് അവർ ചെയ്യുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞാണ് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന്റെ പേരിൽ അടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ്. അല്ലാതെ അതിനപ്പുറം ഒന്നും പ്രത്യേകതയില്ല. അതിൽ ഏറ്റവും കൗതുകം ഛാവ എന്ന സിനിമ, വിക്കി കൗശലിന്റെ ഛാവ എന്ന സിനിമ ഈ വികാരത്തെ ആളിക്കത്തിച്ചു തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ദേവേന്ദ്ര ഫട്നാവിസ്, മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പോലും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ഔറംഗസേബിന്റെ ശവകുടീരം പ്രൊട്ടക്ട് ചെയ്യുമെന്നും അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണെന്നും പറഞ്ഞു. നമ്മളപ്പം ഔറംഗസേബിനെ കുറിച്ച് നോക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ചരിത്രത്തിന്റെ പേരിൽ അടികൂടുന്നതിലോ ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കുന്നതിന്റെ പേരിലോ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നും കൂടെ നോക്കുകയാണ്. ഓർക്കുക, ഇത് ഔറംഗസേബിന് വേണ്ടിയല്ല, ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ല. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കാൻ ആഗ്രഹിക്കുന്ന തീവ്ര വലതുപക്ഷക്കാർ ചെയ്യുന്ന കാര്യമാണ്. അവരോട് പ്രതികരിച്ച് ഇതേ രീതിയിൽ തിരിച്ച് കല്ലെറിയുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളും ചെയ്യുന്നതാണ്. ഇത് രണ്ടുമല്ല നമുക്ക് വേണ്ടത്. ചരിത്രത്തിൽ ശരിയും തെറ്റുമെല്ലാം ഇടകലർന്ന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ ഔറംഗസേബിന്റെ ശവകുടീരം ഒരു കാരണവശാലും പൊളിക്കരുത്. ഒരു മനുഷ്യന്റെ ശവകുടീരം പൊളിക്കരുത്. മരിക്കുമ്പോഴെങ്കിലും സമാധാനത്തോടെ മരിക്കുകയും മറ്റും ചെയ്യാൻ അനുവദിക്കണം. ചരിത്രത്തിൽ എല്ലാ രാജാക്കന്മാരും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ചെയ്തു കാണും. അതിനർത്ഥം ഇന്ന് അതിന്റെ പേരിൽ പരസ്പരം അടിയുണ്ടാക്കാന്നല്ല. അപ്പൊ ഔറംഗസേബ് ആരാണ്? ഔറംഗസേബ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച മുഗൾ രാജാവ് അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തിയാണ്. 49 വർഷം, ഏകദേശം അരനൂറ്റാണ്ടാണ് ഔറംഗസേബ് ഇന്ത്യ അല്ലെങ്കിൽ അന്നത്തെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും ഭരിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുഹിയുദ്ദീൻ മുഹമ്മദ് ഔറംഗസേബ് എന്നാണ്. ആലംഗീർ എന്ന വിശേഷണമാണ്. ആലംഗീർ എന്ന് പറഞ്ഞാൽ കോൺക്വറർ ഓഫ് ദി വേൾഡ് എന്ന വിശേഷണമാണ് ഔറംഗസേബ് സ്വയം സ്വീകരിച്ചിരുന്നത്. 1650 മുതൽ 1700 വരെ, 707 വരെയാണ് അദ്ദേഹം ഭരിച്ചിരുന്ന കാലഘട്ടം. ഇദ്ദേഹത്തിന്റെ കീഴിലാണ് മുഗൾ എംപയർ അതിന്റെ ഏറ്റവും വലിയ എക്സ്റ്റെന്റിലേക്ക് വളർന്നത്. അതായത് അക്ബർ ഒക്കെ വളരെ ബഹുസ്വരവാദിയായിരുന്നു, മതസൗഹാർദ്ദവാദിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ തന്നെ സഹോദരൻ ദാരാ ഷിക്കോവ് വലിയ രീതിയിൽ വേദാന്തവും സൂഫിസവും ഒരുമിച്ച് വരണമെന്നും ഹിന്ദു മുസ്ലിം ഐക്യം വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഔറംഗസേബ് അവരിൽ നിന്ന് വിഭിന്നനായി കുറച്ചൊരു ഹാർട്ട് ലൈൻ കൺസർവേറ്റീവ് ആവുന്നത് തെറ്റല്ല, ഓവറായി കൺസർവേറ്റീവ് ആവുന്നത്, ഹാർട്ട് ലൈൻ കൺസർവേറ്റീവ് ആയ ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ആ ഹാർട്ട് ലൈൻ കൺസർവേറ്റീവ് ആയതുകൊണ്ട് തന്നെ ചില അദ്ദേഹത്തിന്റെ ഭരണകാലത്തിൽ ഇതര സഹോദര സമുദായങ്ങൾക്ക്, ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്കടക്കം ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഉദാഹരണം, ജിസിയ ടാക്സ് അടക്കം ഇദ്ദേഹം കൊണ്ടുവന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇത് യഥാർത്ഥത്തിൽ അക്ബർ അബോളിഷ് ചെയ്ത ടാക്സുകളിൽ ഒന്നാണ്. ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതം നോക്കുകയാണെങ്കിൽ വളരെ ഓസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പാമരനായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഇദ്ദേഹം അവലംബിച്ചിരുന്നത്. ഒട്ടും ധൂർത്തനോ മറ്റു കാര്യങ്ങളോ ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ ഔറംഗസേബ് ഡെക്കൻ എന്ന വാക്കിന്റെ അർത്ഥം ദക്ഷിൺ. ആ ദക്ഷിന്റെ വാക്കാണ് ഡെക്കനായി മാറുന്നത്. അവർ മറാഠകളോട് ഇദ്ദേഹത്തിന്റെ പോരാട്ടം ചരിത്ര പ്രസിദ്ധമാണ്. ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതിയ പോരാട്ടങ്ങളിലൂടെയാണ്. ഇദ്ദേഹം ശിവജിയുടെ മകൻ സംഭാജിക്കെതിരെ അടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ പോരാട്ടങ്ങൾ നടത്തി. സംഭാജി അദ്ദേഹം ക്യാപ്ചർ ചെയ്യുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു എന്നുള്ളത് ചരിത്രത്തിലെ സത്യമാണ് എന്ന് പറഞ്ഞ് അതിന്റെ പേര് ഇന്ന് അടികൂടിയിട്ട് എന്ത് കാര്യം? സംഭാജി മരിച്ചിട്ട്, ഔറംഗസേബ് മരിച്ചിട്ട് പല നൂറ്റാണ്ടുകളായി. ഇന്നതിന്റെ പേരിൽ അടികൂടേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ അങ്ങനെ വിഷയങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദാരാ ഷിക്കോവ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരനെയും ഇംപ്രസൻ ചെയ്തു. അദ്ദേഹം വളരെ ബ്ലഡി വാർ ഓഫ് സക്സഷൻ അല്ലെങ്കിൽ അവരുടെ ഇടയ്ക്ക് അതിശക്തമായൊരു മുഗളന്മാരുടെ ഇടയ്ക്ക് തന്നെ അത് നടക്കുകയുണ്ടായി. മുഗൾ എന്ന വാക്ക് വരുന്നത് മംഗോൾ എന്ന വാക്കിൽ നിന്നാണ്. അതായത് മംഗോൾ വംശജരിൽ നിന്നും കൂടി ഉൾപ്പെട്ട് ആ മംഗോൾ വംശജർ പിന്നീട് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനമൊക്കെ ചെയ്തതിനു ശേഷമാണ് മുഗൾ ആവുന്നത്. മംഗോൾ എന്നാണ് മുഗൾ എന്ന വാക്കിന്റെ റൂട്ട് വേർഡ് അല്ലെങ്കിൽ അടിസ്ഥാനപരമായ അർത്ഥം. ഇന്ന് അദ്ദേഹത്തെ ബറി ചെയ്തിരിക്കുന്നത് ഒരു ഖുൽദാബാദ് എന്ന് പറയുന്ന മഹാരാഷ്ട്ര സ്ഥലത്ത് ഖുൽദാബാദിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഔറംഗസേബ് ഷാജഹാന്റെ മകനാണ്. മുംതാസ് മഹൽ
ആണ് അവരുടെ മദർ, ഔറംഗസേബിന്റെ യങ്ങർ സിസ്റ്റർ ഗോഹർ അറ ബേഗം അടക്കമുള്ള ആൾക്കാരുണ്ട്. അദ്ദേഹത്തിന് ബാക്കി സഹോദരന്മാരും മറ്റുമുണ്ട്. ഷാജഹാനെ അവസാന കാലം ഇദ്ദേഹം ജയിലിലിട്ടു തുടങ്ങിയ കാര്യങ്ങൾ സത്യമാണ്. അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റിലാക്കി, ഹൗസ് അറസ്റ്റിലാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ കാര്യം പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് അതിന്റെ പേരിൽ അടികൂടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഔറംഗസേബിന്റെ ശവകുടീരം വിളിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ചരിത്രത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്, ചരിത്രത്തിന്റെ പേരിൽ അടികൂടുകയല്ല. അതുകൊണ്ട് ഔറംഗസേബിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കാൻ വേണ്ടി ഔറംഗസേബിനെ ഒരു എക്സ്ക്യൂസായി ഉപയോഗിക്കുന്നതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. പകരം ഇന്നലെയുടെ നന്മകളെല്ലാം പഠിക്കുക. ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ആ തെറ്റുകളെ കുറിച്ച് പഠിക്കുക. എന്നിട്ട് ഇന്നിൽ പുതിയ നന്മകൾ ഉണ്ടാക്കി നല്ലൊരു നാളെയെ നിർമ്മിക്കുക. അതുകൊണ്ട് ഔറംഗസേബിന്റെ ശവകുടീരം പൊളിക്കണോ? 100% പൊളിക്കരുത്. അത് സംരക്ഷിക്കാനുള്ള നിയമപരമായ ചരിത്രപരമായ ബാധ്യത ഇന്ത്യ മഹാരാജ്യത്തിനുണ്ട്. അത് നമ്മൾ ഉയർത്തിപ്പിടിക്കണം. എന്നാൽ ഔറംഗസേബിനെയും പണ്ഡിതോചിതമായി വിമർശിക്കുന്നത്, അല്ലെങ്കിൽ ഔറംഗസേബിനെയും അക്ബറിനെയും കൂടി പഠിച്ച് കോൺട്രാസ്റ്റ് ചെയ്ത് ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബറിനെ പോലുള്ള രാജാക്കന്മാരാണ്, ബഹുസ്വരവാദികളും മതസൗഹാർദ്ദവാദികളുമായ രാജാക്കന്മാരാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്ന വിമർശനവും വളരെ ലെജിറ്റിമേറ്റ് ആണ്.